നമസ്കാരം. ഞാൻ ഇന്ന് ആക്ച്വലി ഈ വീഡിയോ ചെയ്യുന്നത് മലയാളം എസ്പെഷ്യലി മലയാളം ഞങ്ങളുടെ ചാനലിൽ ഒരുപാട് ഇംഗ്ലീഷ് കണ്ടന്റുകൾ ഇടുമെങ്കിൽ ഇന്ന് മലയാളത്തിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് കാരണം ഒരുപാട് കാര്യങ്ങൾ മെയിൻ സ്ട്രീം ചാനലിലൂടെ അറിയാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അതിലൊരു വിഷയമാണ് മണിപ്പൂരിൽ നടക്കുന്ന പ്രശ്നം. എത്ര പേർക്ക് ഇത് അറിയാമെന്ന് അറിയത്തില്ല. കഴിഞ്ഞ ഒരു മാസമായിട്ട് മണിപ്പൂരിൽ ഒരു വലിയ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ അഫക്റ്റ് ആയപ്പെട്ട ഒരാൾ കൂടിയാണ് ഞാൻ. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വൈഫിന്റെ ബ്രദർ, മൂത്ത ബ്രദർ ആ ഇഷ്യൂവിൽ ഏകദേശം മരണപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് അവരെ ബ്രൂട്ടലായിട്ട് കൊന്നു കളഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ചിന്തിക്കുമായിരിക്കും, കൊന്നു കളഞ്ഞു, ഇന്ത്യയിൽ ഈ സംഭവിക്കുന്നത് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് ചിന്തിക്കും. അറിയത്തില്ല. കാരണം എന്താ? ആർക്കും ഇതൊന്നും ബാധകമല്ലല്ലോ. നമ്മുടെ കുടുംബത്തിൽ ഒരു വിഷയങ്ങൾ വരുമ്പോഴേ നമ്മൾ ഇതിനെപ്പറ്റി അന്വേഷിക്കാറുള്ളൂ, അറിയാറുള്ളൂ എന്ന് പറഞ്ഞ അവസ്ഥയാണ്. 13-ാം തീയതി, മെയ് മാസം 13-ാം തീയതി മണിപ്പൂരിലെ 3 പാസ്റ്റർമാർ കൊല്ലപ്പെടുന്നു. ആര് കൊന്നു എന്ന് അറിയത്തില്ല. കുക്കി ഗ്രൂപ്പിൽപ്പെട്ട പാസ്റ്റർമാരെയാണ് കൊല്ലുന്നത്. അതിന്റെ പ്രതിഷേധമായിട്ട് കുക്കി ഈ ആളുകൾ 6 നാഗ കമ്മ്യൂണിറ്റി, അതിൽ ഒരാളായിരുന്നു എൻ്റെ ബ്രദറിലോ. അദ്ദേഹത്തെയും മറ്റ് 5 പേരെയും കൂടെ ഏകദേശം 20 പേരെയാണ് ആദ്യമേ അവര് കിഡ്നാപ്പ് ചെയ്ത് വെക്കുന്നത്. കിഡ്നാപ്പ് ചെയ്ത് വെച്ച് അതിനകത്തുണ്ടായിരുന്ന ഏകദേശം 12ഓളം സ്ത്രീകളെ, അതിനകത്ത് ഒരു 2 വയസ്സുള്ള കുഞ്ഞും ഉണ്ടായിരുന്നു, അവരെ ആദ്യമേ വിട്ടു. അതിനുശേഷമായിട്ട് ആ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കമുണ്ടായി. 6 ആണുങ്ങളെ മാത്രം അന്നേ ദിവസം ഇവർ വിട്ടില്ല. മറ്റുള്ളവരെ റിലീസ് ചെയ്തപ്പോൾ 6 പേരെ അവർ പിടിച്ചു വെച്ചു. ഇതിന് പ്രതിഷേധമായിട്ട് ഈ നാഗ ആൾക്കാര് മറ്റേ ഗ്രൂപ്പിലെ 14 പേരെ പിടിച്ചു വെച്ചു. ഈ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത് 13-ാം തീയതി ഞാൻ പറഞ്ഞ. ഏകദേശം ഇന്നേക്ക് ഒരു മാസം, ഏകദേശം 30 ദിവസം, ഒരു മാസത്തോളമായി. ആരറിഞ്ഞു? ഈ പ്രശ്നങ്ങളെല്ലാം ആർക്ക് എത്ര വ്യക്തമായിട്ട് അറിയാം? ആർക്കും അറിയത്തില്ല. കാരണം ഒരു മെയിൻ സ്ട്രീം ന്യൂസ് പോലും ഇതിനെപ്പറ്റി ഒരു ഹെഡ്ലൈൻ പോലും വന്നിട്ടില്ല. കാരണം ഇന്ത്യയിൽ ഇന്ന് ചർച്ച ചെയ്യാൻ മറ്റനവധി ന്യൂസുകളുണ്ട്. അതൊക്കെ ഉള്ളത് കൊണ്ട് ഈ ന്യൂസ് അതിൻ്റെ ഉള്ളിൽ തള്ളപ്പെട്ടു പോയി. ഞാൻ ഇന്ന് പറയട്ടെ, ഏകദേശം ഈ 30 ദിവസമായി കുടുംബമായി ഞങ്ങൾ ഒത്തിരി വിഷമത്തിന്റെ നടുവില്. കാരണം ഞങ്ങൾക്ക് അറിയത്തില്ല, ഓരോ ദിവസവും ഓരോ ന്യൂസാണ് കേൾക്കുന്നത്. ഇവരെ എന്ത് ചെയ്തു, കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയവരെ എന്ത് ചെയ്തു എന്ന് അറിയാതെ ഇരിക്കുവായിരുന്നു. പക്ഷെ ഇന്ന് ഏകദേശം കൺഫർമേഷൻ ആയി. ആ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയ, അതായത് എൻ്റെ സഹോദരനടക്കം 6 പേരെയും വളരെ മൃഗീയമായി കൊന്നു. ആര് കൊന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുക്കി ഗ്രൂപ്പ്. ഈ കുക്കി ഗ്രൂപ്പിനെയാണ് 2023 നടന്ന വിഷയത്തെ നമ്മൾ പലർക്കും അറിയാവുന്ന ഞാൻ കരുതുന്നു. അത് ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. 2023 നടന്ന ആ വിഷയത്തിൽ അഫക്റ്റ് ആയപ്പെട്ട ഒരു ഗ്രൂപ്പായിരുന്നു കുക്കി ഗ്രൂപ്പ്. അന്ന് കുക്കിയും മെയ്തേ എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പുമായിട്ടായിരുന്നു ഈ പ്രശ്നങ്ങൾ നടന്നത്. അന്ന് സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്ത ഒരു ഗ്രൂപ്പായിരുന്നു ഈ കുക്കി ഗ്രൂപ്പിനെ. അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങൾ, അവർക്ക് വേണ്ടുന്ന വസ്ത്രങ്ങൾ, അവർക്ക് വേണ്ടത് പ്രൊട്ടക്ഷൻ, ഇതെല്ലാം പല ക്രിസ്ത്യൻ ഗ്രൂപ്പ് അടക്കം അന്ന് ചർച്ച ചെയ്യുകയും അവർക്ക് വേണ്ടി സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. എനിക്ക് പേഴ്സണലി അറിയാം. പക്ഷെ ഇന്ന് നടക്കുന്ന റിയാലിറ്റി എന്തെന്ന് പലർക്കും അറിയത്തില്ല. അതിനപ്പുറത്തേക്ക് ഇന്നും പലരും, ഞാൻ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പലരും ഞങ്ങളോട് പറയുന്നത്, കുക്കികളെ അല്ലേ എല്ലാവരും ഉപദ്രവിക്കുന്നത്, കുക്കികളെ അല്ലേ ഇതിനകത്ത് അഫക്റ്റ് ആയത്? അല്ല, അവർക്കൊരു വേറെ ഒരു മുഖം കൂടെ ഉണ്ട്. ഞാൻ എല്ലാവരെയും കൂടെ അടച്ചാക്ഷേപിക്കുകയോ അവരെല്ലാവരും ചേർത്തല്ല പറയുന്നത്. അതിനകത്തൊരു വലിയ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഈ കുക്കി ഗ്രൂപ്പിനകത്ത്. അതിനെ സംബന്ധിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ 13-ാം തീയതി ഉണ്ടായ വിഷയത്തിന് ശേഷം ഓരോ നിമിഷവും അത്ര പെയിൻഫുൾ ആയിട്ടായിരുന്നു ഈ 6 പേരുടെ കുടുംബത്തിലും കിഡ്നാപ്പ് ചെയ്ത് വിട്ട കുടുംബത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ പ്രതീക്ഷിച്ചു അവരെ ജീവനോടെ വിടുമെന്ന്. എന്നാൽ ഇന്ന് മണിപ്പൂർ ന്യൂസിൽ അടക്കം നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം, അവർക്ക് ഇന്ന് പോലീസ് പോയി അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നാണ് പറയുന്നത്. ഒത്തിരി വേദനയോടെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ദിവസമായിട്ട് അവിടുത്തെ ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത് ഇന്ത്യയിലാണോ നടക്കുന്നത്? അത്ഭുതമായി തോന്നാൻ പലർക്കും. സത്യമാണ്, ഇത് ഇന്ത്യയിൽ തന്നെയാണ് നടക്കുന്നത്. ആർക്കും ഇതിനെ പറ്റിയ അറിവുകളില്ല. ആ പ്രശ്നത്തിൽ എത്ര താമസിച്ചാണെന്ന് അറിയാവോ? 1 ആഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഗവൺമെന്റ് ഇടപെടുന്നത് തന്നെ. സ്ഥിരമായി നടക്കുന്ന പ്രശ്നങ്ങൾ തന്നെയായത് അവർ കണക്കാക്കി. അവിടെ ഡെയിലി ബേസിസിൽ 1-2 ആളുകളെ മരണം ഉണ്ടാകാറുണ്ട്.
ഈ കിഡ്നാപ്പ് ചെയ്യുകയും വെടിവെച്ച് കൊല്ലുകയും. നമ്മൾ പറയുന്ന പോലെ ഇത്രയും വെടിവെക്കുകയും തോക്കൊക്കെ എവിടുന്ന് കിട്ടുന്നു എന്ന ചോദ്യത്തിനുള്ള മറുപടിയൊക്കെ നമ്മുടെ ഗവൺമെന്റിനോട് ചോദിച്ചു കഴിയുമ്പോൾ അവർക്ക് ആർക്കും അറിഞ്ഞുകൂടാ. സാഡ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ വലിയ ഒരു മാഫിയ തന്നെ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വരുന്ന കാലത്തില് പുറലോകം അറിയുമ്പോൾ ഞെട്ടുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളെല്ലാം അവിടെ ഉണ്ടായി എന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ ഞാൻ പറയട്ടെ, ആ 13-ാം തീയതി നടന്ന വിഷയത്തിൽ ഇന്നാണ് ഏകദേശം തീരുമാനത്തിലേക്ക് എത്തുന്നത്. മറ്റേ പിടിച്ചു വെച്ചിരുന്ന കുക്കികളെ എല്ലാം വിട്ടയച്ചു. അതിനുശേഷം ഇന്നിപ്പോ ന്യൂസ് വരുന്നതാണ് മറ്റുള്ളവരെ കൊന്നുകളഞ്ഞ് അവരുടെ മുഖം പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ. അവരെ വളരെ ബ്രൂട്ടലായിട്ടാണ് കൊന്നത്. DNA ടെസ്റ്റ് നടത്തണം ഇനി അവരുടെ ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ തന്നെ. ആരുടെ തെറ്റാണ് ഇതിനകത്ത്? ഞാൻ ഇന്ന് ചോദിക്കുന്നത്, ഈ കാണുന്ന വീഡിയോ കാണുന്നവരോട് ഞാൻ ചോദിക്കുന്നത്, ഇത് ആരുടെ തെറ്റാണ്? നമ്മൾക്ക് പറയാൻ പറ്റും ഇത് ഗവൺമെന്റിന്റെ തെറ്റാണോ? ആരാണ് ഗവൺമെന്റിനോട് ചോദിക്കുന്നത്? ആരാണ് ഈ രാജ്യത്ത് ലോ ആൻഡ് ഓർഡർ നിലനിർത്തേണ്ടത്? ജനത്തിന് സംരക്ഷണം നൽകേണ്ടത് ആരാണ്? നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ഓടിച്ചെന്ന് ആരോട് പറയും? സർ ഹെൽപ്പ് മീ എന്ന് പറയാൻ ആരുണ്ട് ഈ ഇന്ത്യയിൽ? ലോ ആൻഡ് ഓർഡറുകൾ ഫെയിൽ ആകുമ്പോൾ ജനം തെരുവിലേക്ക് ഇറങ്ങും, പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതിന് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാകാൻ പോവുകയാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ഒന്നും ഉണ്ടാകരുത്, ഇനിയും ആരുടെയും ജീവൻ പോകരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുമെങ്കിലും ഗവൺമെന്റിന്റെ അവർക്ക് നല്ല രീതിയിൽ ഇത് ഡീൽ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് വലിയൊരു പ്രശ്നത്തിലേക്ക് ഇത് പോകാൻ ചാൻസ് ഉണ്ട്. വളരെ വേദനയോടെ ഞാൻ ഈ വീഡിയോ നിർത്തുമ്പോൾ ഞാൻ നിങ്ങളോട് ഞാൻ പറയട്ടെ, നമ്മുടെ ഇന്ത്യയിൽ എന്ത് നടക്കുന്നു എന്ന് നമ്മൾക്ക് അറിയാൻ കഴിയുന്നുണ്ട്. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ആരെ സപ്പോർട്ട് ചെയ്യുന്നത്, നമ്മൾ ആരുടെ കൂടെ നിൽക്കുമെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. എൻ്റെ സഹോദരനോട് ഉയരത്തിലിരുന്ന് ഞങ്ങളെ ഇന്ന് കാണുന്നെങ്കിൽ ഞാൻ അവനോട് പറയുന്നത്, സഹോദരൻ, നിന്റെ തെറ്റുകൊണ്ടല്ല നീ മരിച്ചത്. നീ ജീവിക്കുന്നത് ഇന്ത്യയിലാണ്. മനുഷ്യന് വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മനുഷ്യത്വത്തിന് വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നീ ജീവിക്കുന്നത്. അതുകൊണ്ട് മാത്രമായിരുന്നു നിന്റെ മരണം ഹിസ്റ്ററിയിൽ രേഖപ്പെടട്ടെ. അവസാനത്തെ ഒരു ഇരയായി, ലോ ആൻഡ് ഓർഡറിന്റെ ഒരു ഫെയിലിയറിന്റെ അവസാനത്തെ ഒരു ഇരയായി നീ മാറുമ്പോൾ ഞങ്ങളുടെ എല്ലാവരോടും കൂടി ചേർന്ന് നിങ്ങളും ഇതിന് ഒരു പങ്കാളിയായിട്ട് ഈ പ്രശ്നങ്ങൾക്കെതിരെ നിങ്ങളും വോയിസ് ഉയർത്തണമെന്ന് ഞാൻ പറയുന്നു. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുക. ഇന്ത്യയിൽ ഇങ്ങനെ വിഷയങ്ങൾ നടക്കുന്നുണ്ടെന്ന് മറ്റുള്ളവരും അറിയട്ടെ. With a lot of pain, I'm signing off. Thank you.